വിഷുവിന് സർപ്രൈസ് ഉണ്ടെന്നുള്ളത് നമ്മുടെ സർപ്രൈസിംഗ് എലിമെന്റ് നമ്മുടെ സുരാജേട്ടൻ എത്തിയിരിക്കുകയാണ്. സുരാജേട്ടാ വെൽക്കം വെൽക്കം ബാക്ക് എന്ന് വേണം പറയാനായിട്ട്. കാരണം ഈ ഒരു ഫ്ലോറിലെ ഏറ്റവും വലിയ സീനിയർ ആണ് കേട്ടോ സുരാജേട്ടൻ. ദ ഹിറ്റ് ഷോ കോമഡി സൂപ്പർ നൈറ്റ് നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഡയറക്ടർ അനൂപേട്ടനും സുരാജേട്ടൻ്റെ ഒരു വലിയ കൂട്ടുകെട്ട് സ്റ്റേറ്റ് അവാർഡ് നേടിത്തന്ന ആ ഒരു ഷോയില് സുരാജേട്ടൻ്റെ ഇതേ വേദിയിൽ തന്നെയായിരുന്നു. എന്ത് തോന്നുന്നു ഒരു 6 വർഷത്തിന് ശേഷം ഈ വേദിയിൽ വീണ്ടും വന്നപ്പോ? 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ എത്തി. പഠിപ്പിക്കാനും അതാണ് ഞാൻ അതുകൊണ്ടാണ് വിദ്യാഭ്യാസം കുറവാണ്, ഞാൻ പഠിപ്പിക്കണം. തീർച്ചയായിട്ടും ഒരുപാട് തീർച്ചയായിട്ടും എല്ലാവർക്കും വിഷു കൈ നീട്ടമുണ്ട്. എന്നാ അത് വെച്ചിട്ട് തുടങ്ങാം. ഓക്കെ, എല്ലാരും പറഞ്ഞത് അങ്ങനെ. അനൂപേ പൈസ കൊണ്ടുവാടാ. അല്ലല്ല, ആ കാര്യം പറയുമ്പോ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ചേട്ടൻ എത്ര ആൾക്കാരോട് റിവീൽ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ എനിക്കത് പറയണമെന്നുണ്ട്. ചേട്ടൻ ഓരോ ഷോ ചെയ്യുമ്പോഴും അതിൽ നിന്ന് കിട്ടുന്ന പേയ്മെന്റ് ശരിക്കും പറഞ്ഞൊരു ഗൃഹ അല്ലെങ്കിൽ ഒരു ഭവന പദ്ധതിക്ക് വേണ്ടിയിട്ട് ചേട്ടൻ എപ്പോഴും ഇനിഷ്യേറ്റ് ചെയ്ത് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്, ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട്. സോ ഞാൻ പല ഷോയിൽ അത് കേട്ടിട്ടുണ്ട്. ഇത്തവണ അത് ഏത് ഫാമിലിക്ക് ഇവിടുന്ന് കിട്ടുന്ന 1 രൂപ പോലും ഞാൻ എടുക്കുന്നില്ല. ഇതും കേരളത്തിലെ ഒരു ഭവന സംരക്ഷണ പദ്ധതിക്ക് വേണ്ടി ഞാൻ സംഭാവനയായിട്ട് കൊടുക്കുകയാണ്. വെരി ഗുഡ് ചേട്ടാ, ഇത്രയും നല്ലൊരു മനസ്സൊരു ആർട്ടിസ്റ്റിന്. അതെ അതെ ചേട്ടാ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ആ ഫാമിലിയുടെ ഡീറ്റെയിൽസ് ഒന്ന് പറയാൻ പറ്റും? ഫാമിലി കലൂരാണ് താമസം. ഒരമ്മ 3 മക്കളുമുള്ള ഒരു കുടുംബമാണ്. അച്ഛനില്ല? എന്താ അച്ഛനില്ലാതെ പറ്റുമോ ലക്ഷ്മി? അച്ഛനെ പറ്റി അച്ഛൻ ഞാനാണ്. ഒരുപാട് എന്റെ ഭവനം സംരക്ഷിക്കാനുള്ള ആ പദ്ധതി പിന്നെ എപ്പോഴും ചാരിറ്റി ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അല്ല, ഞാൻ ചാരിറ്റി ചെയ്യുന്ന ആളാണ്. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് പരിപാടി ചെയ്തിട്ട് ചാരിറ്റി ചെയ്തിട്ട് ആ കാശ് വീട്ടിലേക്ക് കൊണ്ടുപോണത്. അത് കളിക്ക്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ശരിക്കും മടങ്ങി വന്നിട്ടുള്ള ആ ഒരു ഇന്ദുചൂടനാണ് നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂട്. ലക്ഷ്മി പരിചയപ്പെടുത്തില്ല, നാഷണൽ അവാർഡെന്ന് പറഞ്ഞില്ലേ? ഡോക്ടർ ബിജു സാറിന്റെ പടത്തിലെ അന്നത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ അന്നത്തെ അവൻ ഇന്ന് എന്തോരം വളർന്ന് ഇന്നങ്ങ് വളരുവാടാ. അങ്ങനെ കത്തി പടരുക നമുക്ക്. എന്ത് ദേ വന്നു വീണ്ടും. നന്നായി വരട്ടെ. അത് പേടിക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാ. ഇപ്പൊ എന്തപ്പോ അല്ല, ഇതൊരു നാഷണൽ അവാർഡിന് വേണ്ടിയിട്ടുള്ള എന്നെ വെച്ച ഒരു പടം ചെയ്യണേ കേട്ടാ. നിന്നെ എവിടെയെങ്കിലും മാറ്റി നാഷണൽ അവാർഡ് ഫോർ ചാളി. കോമഡി സൂപ്പർ നൈറ്റിന് ശേഷം ശരിക്കും ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് എത്രയാണെങ്കിലും ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് കൂടുതലുണ്ടാവും. സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ ഷോനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സ്റ്റാർ മാജിക് ഞങ്ങൾ എല്ലാവരും, അതിപ്പോ പറയേണ്ട കാര്യമില്ല, ലോകമെമ്പാടുമുള്ള ആൾക്കാർ കാണുന്ന ഒരു ഷോയാണ്. ഇത്രയും എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു ഷോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് അനൂപ് തന്നെയാണ്. എൻ്റെയും ഷോയുടെ ഡയറക്ടർ അനൂപായിരുന്നു. ഇതിന്റെയും അനൂപ് കൈവയ്ക്കുന്നതെല്ലാം അങ്ങ് പൊന്നായി മാറുകയാണല്ലോ മോനെ. വിഷുവായിട്ട് യൂഷ്വലി എന്തൊക്കെയാണ് പരിപാടികളാ എന്റെ അമ്മച്ച് വട്ടയപ്പം ഉണ്ടാക്കും. ഇവിടെ നല്ല കൗണ്ടേഴ്സ് അടിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണ നാണയം കിട്ടും. അതല്ല, ഇങ്ങനത്തെ ചളി കൗണ്ടേഴ്സ് അടിച്ചാൽ അതായത് ഓട്ടക്കാരണ ഇതുപോലെ കിട്ടും കേട്ടോ. ചേട്ടൻ തന്നെ ഐശ്വര്യമായിട്ട് ടീമിന് കൊടുത്തു തുടങ്ങണം. ഇനിയെങ്കിലും ശബ്ദിക്കരുത്. ഇതൊരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കരുത്. യൂഷ്വലി വിഷു ആയിട്ട് വീട്ടിലുണ്ടാവാറുണ്ടോ? എങ്ങനെയാണ് പൊതുവെ ആഘോഷങ്ങളൊക്കെ? ഇല്ല, അങ്ങനെ വീട്ടിൽ നിൽക്കുന്നതൊക്കെ വളരെ ചുരുക്കമാണ്. മിക്കവാറും ഷൂട്ടിംഗ് സ്ഥലത്തോ ഇല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ഫ്ലോറുകളിലായിരിക്കും ആഘോഷങ്ങളൊക്കെ. ശരിക്കും ഓർമ്മയിൽ മായാവി പടമാണ് എൻ്റെ ആദ്യത്തെ വിഷു ചിത്രം. അത് എപ്പോഴും ഓർക്കാറുണ്ട്. ഈ വർഷം മാത്രം വിഷു ചിത്രമല്ല, കാരണം മെയ്യിലേക്ക് അത് പോസ്റ്റ്പോൺ ചെയ്തു. ചാക്കോച്ചനും ഞാനുമായിട്ടുള്ള സിനിമയാണ് ഗിർ എന്നാണ് സിനിമയുടെ പേര്. ഫുൾ കോമഡി. അടിപൊളി. അപ്പൊ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം ശരിക്കും. ഞാനും വിഷുവിന് നിൽക്കാറില്ല വീട്ടില്. കുറെ കസേരകളുണ്ട്, നിർത്താറില്ല എന്ന് പറയാം. കുറെ കസേര എന്റെ വീട്ടിൽ, അതുകൊണ്ട് ഇരിക്കാറുള്ളൂ. വിഷു കഴിഞ്ഞിട്ട് ഈ സാധനം തരാം കൊണ്ടോക്കോളാ പോകുമ്പോ. സുരാജ് ചേട്ടാ, ഒരു ആങ്കർ ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ വെറുതെ അറിയാൻ വേണ്ടിട്ട് അതിനു മുമ്പ് നമ്മൾ സ്റ്റേജ് ഷെയർ ചെയ്തിട്ടുണ്ട്, ആങ്കർ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ ഒരു സ്റ്റേജ് എങ്ങനെ തോന്നാറ്? ടെൻഷൻ ഫീൽ ചെയ്യാറുണ്ടോ? ഇല്ല, എല്ലാം നമ്മുടെ സുഹൃത്തുക്കളല്ലേ, നമ്മൾ കണ്ടിട്ടുള്ള ടെൻഷൻ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒരു ഷോ ആങ്കർ ചെയ്ത് തുടങ്ങിയത് അത് ഇവിടെ നിന്നാണ്, ഫ്ലവേഴ്സിന്റെ വേദിയിൽ നിന്ന്. അപ്പോൾ എനിക്കിവിടെ വരുമ്പോൾ കൂടുതൽ കരുത്താണ് വരുന്നത്. അപ്പൊ ആ ഒരു ഊർജം ഇന്ന് ത്രൂ ഔട്ട് ഉണ്ടായിരിക്കും. സുരാജ് ചേട്ടന് നല്ല ഒന്നാന്തരം വിഷയമായിട്ട് സർപ്രൈസ് ആണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അത് കണ്ട് ഞെട്ടരുത് കേട്ടോ. അപ്പോ നമ്മുടെ സെറ്റപ്പ് ഒക്കെ എങ്ങനെയുണ്ട് 12K വിസ്താരയില്? ഒരു രക്ഷയില്ല. ഇതൊക്കെ കാണുമ്പോഴാണ് വിഷു
ശരിക്കും ആഘോഷിച്ചതായിട്ട് ഫീൽ ചെയ്യുന്നത് ഇത് കാണുമ്പോഴും സ്റ്റെപ്പുകളാണ്. ഞാൻ വിചാരിച്ചു ദിഗംബരൻ ഏത് നിമിഷം വരും ചേട്ടാ ഞങ്ങളെ പറ്റിയൊന്നും പറഞ്ഞില്ല, ഞങ്ങളെ ഡ്രസ്സും കാര്യങ്ങളെ പറ്റിയൊന്നും പറഞ്ഞില്ല. എടാ തങ്കു, പിന്നെ എന്തോ പറയാനല്ല. വേറെ കാര്യമുണ്ട്. ഒരു റാം മനോഹർ വേട്ടമ്പള്ളി എടുക്കട്ടെ. തങ്കു ഈ അടുത്ത സമയത്ത് സൗദിയിൽ വെച്ചിട്ട് എന്നോട് പറഞ്ഞ് നമ്മുടെ വിതുര ഫെസ്റ്റ് നടക്കുന്ന അതിന്റെ ചെയർമാൻ ഞാനാണ്, ബ്രാൻഡ് അംബാസഡർ ഞാനാണ്, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തു തരണം. ഇക്കണക്കിന് പോയി കഴിഞ്ഞാൽ ഇവൻ പാർലമെന്റ് ഇലക്ഷൻ അവിടെ നിൽക്കുമെന്നാ തോന്നുന്നു. അത്രയേറെ ജനസമ്മതനായ ഒരാളാണ്. തരൂരിനൊരു ഭീഷണി തങ്കു. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ